നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, എന്ത്? സാകാരം സഗുണം, സാകാരം സഗുണം. സാകാരം എന്ന് പറഞ്ഞാൽ ആകാരം, ആകൃതിയോട് കൂടിയത്. സഗുണം എന്ന് പറഞ്ഞാൽ ഗുണവിശേഷങ്ങളും ലക്ഷണങ്ങളുമുള്ളത്. നമ്മുടെ ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠ, അവിടെയുള്ള പൂജാതി അനുഷ്ഠാനങ്ങൾ, നമ്മുടെ വീട്ടിലും പൂജാമുറി, അതിൽ പടം വയ്ക്കുക, പൂജിക്കുക, കർപ്പൂരം കത്തിക്കുക, ചന്ദനത്തിരി കത്തിക്കുക, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ. ഇത് ആരുടെയോ ഒരാളുടെ മുൻപിൽ പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ആളെ നമ്മൾ ഭഗവാനായി സങ്കല്പിക്കുന്നു. അപ്പോൾ ഭഗവാൻ ഒരു മുമ്പും ഒരു പിന്നൊക്കെ ഉണ്ട്. അതുപോലെ തലയും കാലും ഉണ്ടാവും, കൈയുണ്ടാവും. നമ്മൾ സാധാരണ ഈ ഭൂമുഖത്ത് കാണുന്ന ജീവജാലങ്ങളും അതല്ലാതെ വൃക്ഷങ്ങളും ലതകളുമെല്ലാം എങ്ങനെയോ ഇതൊക്കെ സാകാരങ്ങളാണ്. അതുപോലെ ഒരാളാണ് ഈശ്വരൻ എന്നുള്ളൊരു വിചാരമാണ് ഈ സാകാരം ഭക്തി എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഗുണവിശേഷങ്ങൾ അനവധി ഉണ്ടാവും. നമ്മൾ ഈശ്വരനെ പറ്റി സഹസ്രനാമം രചിച്ചിട്ടുണ്ട്, വിഷ്ണു സഹസ്രനാമം, മറ്റ് സഹസ്രനാമങ്ങളും. അതൊക്കെ ഭഗവാന്റെ ഗുണഗണങ്ങളെ കീർത്തിക്കുന്നതും വിശേഷിപ്പിക്കുന്നതും സൂചിപ്പിക്കുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ രൂപത്തിലും ഗുണത്തിലും ലക്ഷണങ്ങളിലും എല്ലാം മനസ്സ് പിടിച്ചിരിക്കുന്നവരാണ്. പക്ഷെ ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, ഭഗവാൻ എല്ലായിടത്തും ഉണ്ടോ? ഉണ്ട്. എല്ലായിടത്തുമുള്ള ഒരു സാധനത്തിന് പ്രത്യേകമായിട്ടൊരു ആകൃതി ഉണ്ടാവുമോ? ഇപ്പം എനിക്കൊരു കൈ വേണമെങ്കിൽ ഈ കൈ ഇങ്ങനെ ഒതുങ്ങിയിരിക്കണം. അപ്പോൾ പരിമിതി വന്നു. അതിൽ 5 വിരലുണ്ട്. 1, 2, 3, 4, 5. ഈ 5 എണ്ണം ഒന്നിനൊന്ന് വ്യത്യാസപ്പെട്ടിരിക്കണം. അപ്പോൾ എന്തായി? വ്യത്യാസപ്പെട്ടിരിക്കുമ്പോൾ ഇവിടെ എന്താ? ഒന്നുമില്ല. അപ്പോൾ ഭഗവാനാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. ആകാശമുണ്ടല്ലോ, ഭൂമി, ജലം, കാറ്റ്, പിന്നെ അഗ്നി. 5ാമത്തെ ഭൂതം ആകാശമാണ്. അത് എത്ര ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. ആകാശവും ബാക്കിയുള്ള 4 ഭൂതങ്ങളും അങ്ങോട്ട് കൂട്ടിച്ചേർത്താൽ എത്രയുണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കണേ? ആകാശത്തിൻ്റെ ഇതാ കേട്ടോളൂ, ഒരു കുത്തിടുക, എന്നിട്ട് 19 പൂജ്യം ഇട്ടിട്ട് ഒരു 1 ഇടുക. അത്രയേ ഉള്ളൂ ആകാശത്തിൻ്റെ ഈ പഞ്ചഭൂതങ്ങൾ. അപ്പോൾ ഇവിടെ സാകാരമാണോ കൂടുതൽ അതോ നിരാകാരമോ? ആകാശത്തിൽ നിന്നാണല്ലോ എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ഭഗവാന് ഒരാകൃതിയോ ഒരു പരിമിതിയോ ഉണ്ടാവില്ല. പ്രത്യേകമായ ഒരു ഗുണമോ ലക്ഷണമോ ഉണ്ടാവില്ല. നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല.